ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയോടുള്ള രോഹിത്തിൻ്റെയും ബബിതയുടെയും ഒക്കെ മാറ്റം കണ്ട് ബാലേന്ദ്രന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അലീന ശരിക്കും ആരാണെന്ന് മനസ്സിലാക്കാതെ തന്നെയുള്ള അവരുടെ ഈ സ്നേഹപ്രകടനം ബാലേന്ദ്രന് ഒരുപാട് സന്തോഷമുണ്ടാക്കി. ആ വീട്ടിലുള്ള വൈജി ഒഴികെ ബാക്കി എല്ലാവരും തന്നെ അലീനയോട് സ്നേഹത്തോടെ പെരുമാറുകയും അവളിലെ നന്മ മനസ്സിലാക്കി അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ വൈജയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ് ഉണ്ടാവുന്നത്. തൻ്റെ മക്കളെല്ലാം തന്നിൽ നിന്നകന്ന് അലീനയെ സ്നേഹിക്കുന്നുവെന്ന് കാണുമ്പോൾ തന്നെ വൈജയിൽ അലീനയോടുള്ള സ്നേഹത്തിന് ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. തൻ്റെ മക്കൾ അലീനയെ സ്നേഹിക്കുകയും പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയാനായിട്ട് വൈജയന്തി കണ്ടെത്തിയ മാർഗം താൻ വാടകയ്ക്കെടുത്ത വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ താമസം മാറുക എന്നുള്ളതായിരുന്നു. എന്നാൽ വൈജയന്തി വാടകയ്ക്കെടുത്ത വീട്ടിലേക്ക് താമസം മാറാനായിട്ട് ബബിതയും രോഹിത്തും സമ്മതിച്ചിരുന്നില്ല. അവർക്ക് അതിനൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. വൈജയന്തി ബാലേന്ദ്രനെ പറ്റിയും അലീനെ പറ്റിയും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലാത്തതും വല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ രോഹിത്തും ബബിതയും അതിനെ നന്നായി എതിർക്കാൻ തുടങ്ങിയിരുന്നു. അതുകൂടിയായപ്പോൾ വൈജ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. എന്തിനും തന്നോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന തൻ്റെ മക്കൾ പോലും തന്നെ തള്ളിപ്പറഞ്ഞതിൽ വൈജയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. വൈജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ ഇതെന്താണ് പറ്റിയത്? ആ വഴിപിഴച്ചവൾക്ക് വേണ്ടിയിട്ട് അവരെന്നോട് തർക്കിക്കുന്നു, എന്നെ തള്ളിപ്പറയുന്നു. അതിനുവേണ്ടി എന്ത് കൈവിഷമാണ് അവൾ ചെയ്തത്? ഇതൊന്നും ഈ വൈജയന്തി വെറുതെ വിടില്ല. വൈജയന്തി ആരാണെന്ന് ഇവിടെയുള്ളവർ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പിറുപിറുത്തുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ വൈജയന്തി ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. പെട്ടെന്നുള്ള വൈജയന്തിയുടെ ആ വരവ് ബാലേന്ദ്രൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും വന്നപാടെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ടാണാവോ മഹാറാണി? എന്തിനാണാവോ ഇങ്ങോട്ട് വരുന്നത്? എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അറിയിച്ചിരുന്നെങ്കിൽ അടിയൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? ഞാനോ? നിങ്ങളെ പരിഹസിക്കാനോ? നിങ്ങളൊക്കെ വലിയ കുടുംബക്കാരല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഇതൊന്നും വൈജയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വൈജ ദേഷ്യത്തോടു കൂടി തന്നെ ബാലേന്ദ്രനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ വിട്ടു തരണം. അതിന് ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. നിൻ്റെ കൂടത്തിൽ വന്നാൽ നീ കൊണ്ടുപോക്കോ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ മറ്റവളും കൂടെ ചേർന്ന് എൻ്റെ മക്കളെ ഓരോന്നൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മക്കളെ തിരികെ വേണം. അവരെ കൊണ്ട് എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം. ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും എൻ്റെ മക്കൾ എന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് പോയേ പറ്റുള്ളൂ. ഇതോടെ കേൾക്കുമ്പോൾ ബാലേന്ദ്രന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജെ, നിനക്ക് വായി തോന്നിയത് വന്ന് വിളിച്ചു വിളമ്പാനുള്ളതല്ല ഇവിടം. നിനക്ക് നിൻ്റെ മക്കളെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ആവശ്യമില്ലാത്ത ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് നിനക്ക് നല്ലതിനല്ല. ഞാൻ എന്ത് വാക്കുകൾ ഉപയോഗിച്ചെന്നാണ് നിങ്ങളീ പറയുന്നത്? ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് പകരം ഇവിടെ കൊണ്ടുവന്ന് വെച്ചവളെ ഞാൻ പിന്നെ എന്ത് വിളിക്കണമെന്നാണ് പറയുന്നത്? ആ പിഴച്ചവൾ അവൾ വന്നതിൽ പിന്നെയാണ് എൻ്റെ മക്കൾ പോലും എന്നിൽ നിന്നകന്നത്. അവൾ കൈവശം കൊടുത്ത് അകറ്റി വെച്ചിരിക്കുകയാണ്. ദേവായിജെ, നിൻ്റെ സംസാരം അതിര് വിടുന്നുണ്ട്. ഇത്രയും നാളും നീയും നിൻ്റെ മക്കളൊന്നും എനിക്കൊരു സമാധാനം തന്നിട്ടില്ല. അതെന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത് തന്നെ അലീന വന്നതിന് ശേഷമാണ്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നിനക്ക് നല്ലത്. വലിഞ്ഞു കയറി വന്നേക്കോ ബാക്കിയുള്ളവൻ്റെ സമാധാനം കളയാൻ വേണ്ടി എന്നിങ്ങനെ ബാലേന്ദ്രൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. പിന്നെ നിനക്കിവിടെ താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആരും നിർബന്ധിച്ചില്ലല്ലോ നിന്നെ ഇങ്ങോട്ട് വരാനും ഇവിടെ താമസിക്കാനും. നിന്നെ ഇവിടെ കൊണ്ടാക്കിയത് നിൻ്റെ സഹോദരങ്ങളാണ്. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ അവരുടെ ഇരിക്കാൻ വേണം ചോദിക്കാനായിട്ട്. പിന്നെ ബാലേന്ദ്രനും രോഹിത്തും ബബിതയും നിൻ്റെ കൂടെ വരുവാണെങ്കിൽ നീ കൊണ്ടുപോക്കൂ. അതിനെ അവരെ ആരും ഇവിടെ തടഞ്ഞൊന്നും വെച്ചിട്ടില്ല. നിൻ്റെ കൂടെ നിൻ്റെ മക്കൾ വന്നാൽ നീ കൊണ്ടുപോകും. അതിനെ ഇവിടെ കിടന്ന് തുള്ളുന്ന എന്തിനാണ്? നീ എന്തൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, അലീന അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും ഇനിയുള്ള കാലം മുഴുവൻ. പക്ഷെ അത് നീ വിചാരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അർത്ഥത്തിലായിരിക്കില്ല. അവൾ ആരാണെന്നും എന്താണെന്നും ഇപ്പോൾ നിൻ്റെ മക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇവിടെ തന്നെ നിൽക്കാനും നിൻ്റെ കൂടെ വരുന്നില്ല എന്നും പറഞ്ഞത്. നീ നിൻ്റെ പിഴച്ച ചിന്താഗതി കളഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം തന്നെ നിനക്കെല്ലാം മനസ്സിലാകും. വെറുതെ എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഈ മുറിയിലോട്ട് കയറി വരാതെ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിത്തരാവോ? അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കാനൊന്നും വന്നതൊന്നുമല്ല. ഞാൻ ആരാണെന്നും എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ വീടിൻ്റെ പടി ചവിട്ടാൻ പോലും അർഹതയില്ലാത്തവനായിരുന്നു നിങ്ങൾ.
നിങ്ങളുടെ വിവാഹാലോചന വന്ന ആ സമയം മുതലേ ഞാൻ പറയുന്നതാണ് എൻ്റെ വീട്ടുകാരോട്, ഈ ആലോചന വേണ്ട വേണ്ടാന്ന്. എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടി വെച്ച് തന്നതാ നിങ്ങളെ. അങ്ങനെ ഓരോ പഴംപുരാണങ്ങളെടുത്ത് വൈജ വിളമ്പാൻ തുടങ്ങിയിരുന്നു. അതൊന്നും തന്നെ ബാലേന്ദ്രനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കൂടെ കേട്ട് ആകെ സമത്തിൽ തെറ്റിയ കണക്കിനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിർത്തടി നിന്റെ പഴംപുരാണം, നീ ആരാണെന്നാ നിന്റെ വിചാരം? ശരിയാ, നിന്റെ വീടിൻ്റെ പടി ചവിട്ടാൻ പോലും അർഹതയില്ലാത്തവനായിരുന്നു ഞാൻ. എന്നാൽ ആ അർഹതയില്ലാത്തവൻ്റെ കയ്യിലേക്ക് ഈ പെങ്ങളെ കൈപിടിച്ചു തന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അവരുടെ വീട്ടിലെ തന്നെ ഏറ്റവും അഹങ്കാരം പിടിച്ചൊരു പെണ്ണിനെ എൻ്റെ തലയ്ക്ക് വെച്ച് തരുകയല്ലേ ചെയ്തത്. 23 വർഷമായി ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരിക്കൽ പോലും എന്നെ ഒന്ന് സ്നേഹിക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഈ 23 വർഷക്കാലം നീ എന്നെ ചതിക്കുമല്ലായിരുന്നോ? നിന്നെ ഞാൻ ഒരുപാട് പ്രണയിച്ചിരുന്നു, ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഞാൻ ദൃഢനിശ്ചയം പോലെ എടുത്തിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹം പോലെ നിന്നെ എൻ്റെ ഭാര്യയായി കിട്ടി. അന്ന് തൊട്ട് ഈ 23 വർഷക്കാലം ഞാൻ നീ പറയുന്നതെല്ലാം അനുസരിച്ച് നിന്നെ നല്ലൊരു ഭർത്താവായി തന്നെ ജീവിച്ചു. എന്നാൽ ഈ സമയങ്ങളിൽ ഒരിക്കലെങ്കിലും നിനക്കെന്നോട് സത്യം തുറന്നു പറയാമായിരുന്നു. പെട്ടെന്ന് വൈജ ചോദിക്കുന്നുണ്ട്, എന്ത് സത്യം പറയാമായിരുന്നെന്ന്? ഞാൻ നിങ്ങളെ എങ്ങനെ ചതിച്ചു എന്നാണ് നിങ്ങളീ പറയുന്നത്? നിനക്കറിയില്ലല്ലേ, നീ എങ്ങനെ എന്നെ ചതിച്ചതെന്ന് അറിയില്ലല്ലേ? കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടന്ന് ഒരു കുഞ്ഞിനെ വയറ്റിലായി അതിനെ പ്രസവിച്ച് അതിനെ അനാഥാലയത്തിലാക്കി അതിനുശേഷമല്ലേ ഇടി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? ഇത്രയും വർഷത്തിനോട് ഇടയ്ക്ക് ഒരിക്കലെങ്കിലും നിനക്ക് പറയത്തില്ലായിരുന്നു നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന്? നീ പറഞ്ഞില്ലല്ലോ. അതും എല്ലാവരുടെയും മുന്നിൽ ചതിച്ച് നീയും നിൻ്റെ ആങ്ങളമാരോട് എന്നെ ചതിച്ചതല്ലേ? കണ്ടവൻ്റെ വിഴുപ്പും ചുമന്ന ഈ 23 വർഷക്കാലം ഞാൻ ജീവിച്ചത്. എന്നാൽ അഹങ്കാരം മൊത്തം കാണിച്ച് നീയ് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ തകിടം മറിഞ്ഞ് കിടക്കുവാണെന്നുള്ളത് വൈജയ്ക്ക് നല്ല ബോധ്യമാവുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകപ്പാട് ഞെട്ടിത്തെരിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു വൈജ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീയും നിൻ്റെ അച്ഛനും നിൻ്റെ ആങ്ങളമാരും എല്ലാവരും കൂടെ എന്നെ ചതിച്ചു. നീയും അതിന് കൂട്ടുനിന്നു. ഒരിക്കലെങ്കിലും നിനക്ക് പറയാമായിരുന്നു ഈ കാര്യങ്ങൾ. അത് നീ പറഞ്ഞുമില്ല. നീ എന്താ കരുതിയത്? ഒരിക്കലും ഈ സത്യങ്ങളൊന്നും പുറത്തു വരില്ലെന്നോ? ഈ മറച്ചു വെച്ചതൊക്കെ മറഞ്ഞു തന്നെ ഇരിക്കുമെന്നാണോ കരുതിയത്? ഒരിക്കലും ഇല്ല വൈജയ്. അതൊക്കെ ഒരിക്കലും എല്ലാവരും തിരിച്ചറിയും. നീ എന്താ വൈജയ് വിചാരിച്ചത്? ജീവിതകാലം മൊത്തം നീ പറയുന്നതും കേട്ട് നിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ബാലേന്ദ്രനായിരിക്കും ഞാനെന്നോ? ഒരിക്കലുമല്ല. നീ എന്നെ ചതിച്ചു എന്ന് അറിഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ മാറി. ഇനി നിന്നെപ്പോലൊരു ഭാര്യ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഈ സത്യം ഞാൻ എന്ന് തിരിച്ചറിഞ്ഞു അന്ന് ആ നിമിഷം തന്നെ എൻ്റെ ഭാര്യ പദവി നിലനിന്ന് പോയി കഴിഞ്ഞിരുന്നു. 23 വർഷമായി എന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ ഇനി എൻ്റെ ഭാര്യയെ കരുതാൻ ആ സ്ഥാനത്തിരിക്കാനോ ഒട്ടും തന്നെ യോഗ്യതയല്ല. പിന്നെ നീ അയച്ച ഡിവോഴ്സ് പെറ്റീഷൻ എൻ്റെ കയ്യിലിപ്പോഴും ഉണ്ട്. എന്നാണോ ഞാൻ അതിന് ഒപ്പിടുന്നത് അന്ന് ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്യും. നിൻ്റെ ബന്ധുക്കാരെയും എൻ്റെ ബന്ധുക്കാരെയും എല്ലാവരെയും കൂട്ടിയിട്ട് അന്ന് ഞാൻ അനൗൺസ് ചെയ്യും എന്ത് കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നത് എന്നുള്ളതിന്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. നീ ഓർത്തോ, നീ അങ്ങോട്ടുള്ളത് നിൻ്റെ സമയമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ ദേഷ്യം വരുമ്പോൾ എന്നെ അലീനയും ചേർത്ത് ഓരോ കഥകളുണ്ടാക്കി പറയുന്നുണ്ടല്ലോ. ഇനി നിൻ്റെ വായിൽ നിന്ന് അത്തരം എന്തെങ്കിലും ഒരു കഥകൾ പുറപ്പെട്ടാൽ അതോടുകൂടി തീരും നിൻ്റെയും നിൻ്റെ കുടുംബക്കാരുടെ അന്തസ്സ്. അന്ന് ഞാൻ തീരുമാനിക്കും ഇതിൻ്റെ ബാക്കി എന്താവണമെന്നുള്ളത്. നീ ചിന്തിച്ചോ, നിൻ്റെ നാവ് പോലിരിക്കും നിൻ്റെ ജീവിതം, നിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം. നാണക്കേടും എന്താണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ നീ എന്താ വിചാരിച്ചത്? ഗംഗേട്ടനും ശിവേട്ടനും കൂടെ ചുമ്മാ ഒന്നും അറിയാത്തതാണ് നിന്നെ ഇവിടെ കൊണ്ടാക്കിയെന്നാണോ? എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി എന്നുള്ളത് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിന്നെ അവരിവിടെ കൊണ്ടാക്കിയത്. നീ വേറെ മാറി താമസിച്ചാൽ അതിൻ്റെ നാണക്കേട് എന്താണെന്നും നാട്ടുകാരിൽ നിന്നുള്ള ചോദ്യവും വരും. അപ്പോൾ ഞാൻ സത്യം പറയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ നിന്നെ വാടക വീട്ടിലേക്ക് അയക്കാതെ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടാക്കിയത്. സംശയമുണ്ടേ നീ നിൻ്റെ ഏട്ടന്മാരെ വിളിച്ച് ചോദിച്ചു നോക്ക്. പിന്നെ ഇക്കാര്യങ്ങളൊന്നും തൽക്കാലം നീ നിൻ്റെ മക്കളെ അറിയിക്കാതിരിക്കാൻ നോക്കൂ. അവരറിഞ്ഞാൽ ഇപ്പോൾ ശകലമെങ്കിലും സ്നേഹത്തോടെ നിൻ്റെ കൂടെ നിൽക്കുന്ന നിൻ്റെ മക്കൾ നിന്നെ തള്ളി പറയാൻ തുടങ്ങും. അങ്ങനെ ബാലേന്ദ്രനിൽ നിന്നുള്ള ഓരോ ചോദ്യവും ശര അമ്പ് വന്ന് കൊള്ളുന്നത് പോലെയാണ് വൈജയന്തിയുടെ നെഞ്ചിൽ തറച്ചത്. വൈജയന്തി ഒന്നും മിണ്ടാനാവാതെ നാണംകെട്ട അവസ്ഥയിൽ തന്നെ ആ റൂമിൽ നിന്നിറങ്ങുന്നുണ്ട്. എല്ലാ സത്യങ്ങളും ബാലേന്ദ്രൻ മനസ്സിലാക്കിയതിൽ വല്ലാതെ മനന്നൊന്താണ് വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങുന്നത്.
ഇത്രയും നാളും ആരും അറിയാതെ താൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞതിൽ വൈജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. വൈജ ചിന്തിക്കുന്നുണ്ട്, ഒരിക്കലും ഇതൊന്നും ബാലേന്ദ്രൻ അറിയാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് ബാലേന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞത്? ബാലേന്ദ്രൻ അറിയാമെന്നുള്ള കാര്യം ഏട്ടന്മാർക്ക് അറിയുമോ? അവരെന്താ എന്നോടൊന്നും പറയാതിരുന്നത്? അതുകൊണ്ടാണോ ഇടയ്ക്ക് അവർ പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ബാലേന്ദ്രനോട് പോയി ചോദിച്ചോളുക, അതിന് മറുപടി അവൻ തരും എന്നിങ്ങനെ പറഞ്ഞത്? ഇതുകൊണ്ടാണോ? ബാലേന്ദ്രന് എല്ലാം അറിയാവുന്നത് കൊണ്ടാണോ ഏട്ടന്മാർ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഒന്നും വയ്യാത്ത അവസ്ഥയിൽ, ആകെ തകർന്ന അവസ്ഥയിൽ അവിടെ നിന്നിറങ്ങി വൈജയന്തി അവളുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? എങ്ങനെ താൻ മുന്നോട്ട് ജീവിക്കും? ബാലേന്ദ്രൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഇത്രയും നാളും ബാലേന്ദ്രനോട് സത്യങ്ങളൊന്നും പറയാതിരുന്നത് വല്ലാത്ത തെറ്റായിപ്പോയി. ബാലേന്ദ്രനോടെല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ നാണക്കേടിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. ഇപ്പോൾ തന്നെ ഞാൻ ബാലേന്ദ്രൻ്റെ മുമ്പിൽ ഒന്നും അല്ലാതായി. ഈ സത്യം എൻ്റെ മക്കളോട് തിരിച്ചറിഞ്ഞാൽ അവരുടെ മുന്നിലും ഞാൻ ഒന്നുമല്ലാതാകും. ഇപ്പോൾ എന്നോടുള്ള ഈ സ്നേഹം പോലും അവർക്ക് എന്നോടില്ലെന്നാവും. ബാലേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോയുള്ള ആ വൈജയുടെ ആ പോക്കിൽ തന്നെ ബാലേന്ദ്രൻ്റെ തിരിച്ചുള്ള മറുപടികളും എല്ലാം കൂടെ കേട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് വൈജ എത്തിയിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഒരിക്കലും അലീന വൈജയുടെ മകളാണെന്നുള്ള സത്യം ബാലേന്ദ്രൻ തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല. അത് അറിയാനുള്ള സമയം വൈജ ആയിട്ടില്ലെന്നുള്ള നിലപാടിലായിരുന്നു ബാലേന്ദ്രൻ. ഓരോന്നൊക്കെ ആലോചിച്ചിരുന്ന വൈജ അവസാനം ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട്. ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഗംഗേട്ട ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു വരും എന്നോട് നേരത്തെ പറയാഞ്ഞതെന്ന് ചോദിച്ച് വൈജ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ വൈജയ്, നീ ഓരോന്ന് പറയുന്ന വാക്കുകളും സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ അതെല്ലാം അമ്പ് പോലെ നിനക്ക് നേരെ തന്നെ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ട് നിൻ്റെ ഒരിക്കൽ പറഞ്ഞ് നീ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ബാലേന്ദ്രൻ്റെ ഒരിക്കൽ ചെന്നാൽ അവൻ നിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരുന്നു. നിന്നെ ഉപേക്ഷിക്കുമെന്ന് അപ്പം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത്. നീ ചെയ്ത എന്താണെന്ന് നിനക്ക് നല്ല ബോധ്യമുള്ളപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞ കാര്യം നിനക്ക് ക്ഷമിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നീ അതിന് തയ്യാറായില്ല. ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തി മക്കളിൽ നിന്ന് വരെ അകറ്റാനുമാണ് നീ നോക്കിയത്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും തൽക്കാലം ഇക്കാര്യങ്ങളൊന്നും നിന്റെ മക്കൾ അറിയാതെ സൂക്ഷിച്ച് നീ കൊണ്ടു നടക്ക്. ഇനിയും കൂടുതൽ നീ തുള്ളാനോ ഈഗോ അടിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ബാലേന്ദ്രൻ്റെ ഒരിക്കൽ സംസാരിക്കാൻ ചെന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിന്റെ മക്കളും അറിയും. അതോടുകൂടി അവർ നിന്നെ തള്ളിപ്പറയും. താൻ ചെയ്തു കൂട്ടിയതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ ഓർത്ത് വൈജ വല്ലാത്ത തലകുനിച്ചു പോകുന്നുണ്ട്.